ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ പാണിയേലി പോരെ എന്നുള്ള സ്ഥലത്തെക്കുറിച്ചിട്ടുള്ളതാണ്. പെരുമ്പാവൂരിൽ നിന്നും വെറും 20 കിലോമീറ്റർ ദൂരത്താണ് ഈ സ്ഥലം. അവിടെയുള്ള കാഴ്ചകൾ നമുക്കിപ്പോൾ കാണാം. ഏറ്റവും ചെലവ് ചുരുങ്ങിയതും എന്നാൽ അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഉള്ളിലെ പുഴയിൽ കുളിച്ച് കാഴ്ചകൾ കണ്ട് തണുത്ത ഒരു കാറ്റൊക്കെ അടിച്ച് അങ്ങനെ നടക്കാം. പാണിയേലിപുരത്തേക്കുള്ള യാത്ര അതിമനോഹരമായിരുന്നു. അവിടെ ചെന്നപ്പോൾ എന്താണ് കണ്ടത്? നിറയെ കാട്, തണുത്ത അന്തരീക്ഷം. അവിടെ കാർ പാർക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കാടിൻ്റെ ഉള്ളിലായിരുന്നു എല്ലാവരും വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരുന്നത്. കാറുകളെല്ലാം ഒരു വശത്ത്, മറ്റുള്ള ടൂറിസ്റ്റ് വാഹനങ്ങളെല്ലാം ഒരു വശത്ത്. അങ്ങനെ ഞങ്ങൾ അവിടെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നീണ്ട പാതയിലൂടെ നടന്നു. ഇരുവശങ്ങളിലും കാട്. അങ്ങനെ ഫോട്ടോസ് എല്ലാം എടുത്ത് നടന്ന് കുറച്ച് ദൂരത്തെത്തിയപ്പോൾ ഇടയ്ക്കെല്ലാം പാറ കഷ്ണങ്ങളും ഒക്കെ ആയിരുന്നു. വലിയ പാറകളെല്ലാം കാണപ്പെട്ടു. അവിടെ ഇല്ലായിരുന്നു. ഫോട്ടോസ് എടുത്തു. അങ്ങനെ മുന്നോട്ട് നടന്ന് ചെന്നപ്പോൾ കുറേ പാറക്കെട്ടുകൾ, അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കുട്ടികളും അമ്മമാരും എല്ലാവരും ഓടി നടന്ന് രസിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടമായി. കാരണം എനിക്ക് ഇങ്ങനെയുള്ള ഈ അന്തരീക്ഷം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാടും മലകളും പുഴകളും എല്ലാം ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അവിടെയെല്ലാം ഇറങ്ങി നടന്നു. പാറക്കെട്ടിലൂടെയൊക്കെ നടന്നു. ഒരു പാലം ഉണ്ടായിരുന്നു. ഞാൻ ആ പാലത്തിലൂടെ കയറി അപ്പുറത്തെത്തി. അവിടെ കുറേ പാറക്കല്ലിലൂടെയൊക്കെ നടന്ന് കുറച്ച് ചെറിയ ജലാശയത്തിലൂടെയൊക്കെ നടന്നു. കാരണം വലിയ പാറക്കെട്ടിൻ്റെ ഇടയിൽ വലിയ കുഴികളൊക്കെ കാണപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ചെറിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഒന്ന് പോയി നോക്കിയത്. അവിടെ കുറച്ച് സമയം ഇരുന്നു. അങ്ങനെ അതിനുശേഷം തിരിച്ച് ഞങ്ങൾ അതിലൂടെ തന്നെ വീണ്ടും യാത്ര ചെയ്തു. പോരുന്ന വഴിയിലൂടെ എല്ലാം ചെറിയ ഷോപ്പുകളുണ്ടായിരുന്നു. നമുക്ക് ദാഹിക്കുമ്പോൾ സംഭാരമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നല്ല സംഭാരമൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ഷോപ്പുകളിൽ നിന്നെല്ലാം വാങ്ങിച്ച് കഴിക്കാനൊക്കെ സാധിച്ചു. പിന്നെ ഇരുവശങ്ങളിൽ അവിടെ ആനകളൊക്കെ ഇറങ്ങുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതൊന്നും ഞങ്ങൾ കണ്ടില്ല. അവിടെയെല്ലാം വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു. കമ്പി വേലി കെട്ടി തിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും സമയം പോയത് അറിഞ്ഞില്ല. ഈ യാത്ര അതിമനോഹരമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പോകാത്തവരെല്ലാവരും ഈ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യണം. കുറച്ച് സമയം ആസ്വദിക്കണം അവിടെ എല്ലാം നടന്ന്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഈ വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഈ സ്ഥലത്ത് പോയിട്ടുണ്ടോ എന്നുള്ളതും അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ എപ്പോഴും ചിന്തിക്കുമല്ലോ എത്ര ചിലവ് വരും, അല്ലെങ്കിൽ എത്ര ദൂരമുണ്ട്, എവിടെയാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ആ സമയത്ത് ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള സ്ഥലവും അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.